മസാജ് ചെയ്തു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാനാർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ, നമുക്ക് ഇത് ചെയ്തു തരുന്നത് സഹ്യ ആയുർവേദിക്. അതെ, കോഴിക്കോടാണ് അവരുള്ളത്. ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബെഡാണ് അതിന് വേണ്ടിട്ട് അവിടുന്ന് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇപ്പോ നമ്മുടെ കൂട്ടത്തില് നമുക്ക് വേണ്ടിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന. അതെ, ഇന്നലെ അവരുടെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2-3 പേരുണ്ടായിരുന്നു. വന്ന് സ്റ്റിച്ചോ കാര്യങ്ങളൊക്കെ നോക്കി എന്റെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ അതിനനുസരിച്ചുള്ള ഡയറ്റ് ഒക്കെ അവര് പ്ലാൻ ചെയ്ത് നമുക്ക് അയച്ചു തരും. അതനുസരിച്ച് വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതെ, ഫുള്ള് അതൊക്കെ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 21 days നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പൊ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതെ, അപ്പൊ ഇപ്പോ കാണുന്ന ഈ ഒരു ഫേസ് ആയിരിക്കില്ല ഇനി 21 ദിവസത്തിന് ശേഷം കാണുന്നത്. ഒരുപാട് മാറ്റം ഉണ്ടാകും. എവിടെയൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുണ്ട്, പിന്നെ വയറ് നിറച്ചുണ്ട്. വയറ് കണ്ടമാനമുണ്ടല്ലേ? കണ്ടമാനമുണ്ട്. ഇതാണ് നമ്മുടെ വേദിപുളിയുടെ വെള്ളം. അപ്പം അത് ഇന്നലെ തിളപ്പിച്ച് വെച്ചതാണ്. ഇന്നലെയാണ് അവർ വന്നത് കേട്ടോ. ഒരു ദിവസം നേരത്തെ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം വന്ന് ഈ കിഴി ഉണ്ടാക്കി തന്നു. നമ്മൾ ഈ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളത്തിലിട്ടിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ ഇത് എടുക്കാൻ പോവാണ്. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ. വെള്ളത്തിൽ ആ കിഴി മാത്രമല്ല, നമ്മുടെ ഇവിടെ നിന്നുള്ള കുറച്ച് ഇലകളും കൂടി ഇട്ടിട്ടാണ് നമ്മൾ തിളപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വേദ് വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ കുളിക്കാൻ പോവാണ്. കുളിയല്ല, അതിന് മുന്നേ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഹെഡ് മസാജാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മ്യൂസിക്കൊക്കെ കേട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതൊക്കെ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്ന മെഡിസിൻസാണ്. ഇത് മുഴുവനും അവരുടെ ഓൺ പ്രിപ്പറേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറഞ്ഞു തരാം. ഹെഡ് മസാജ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും. പല സ്റ്റെപ്പുകളായിട്ടാട്ടോ ഹെഡ് മസാജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡ് മസാജ് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സുഖമുണ്ട് കേട്ടോ, ഉറക്കം വരുന്നു എനിക്ക്. അതെയോ? ഫുള്ള് മസാജ് ചെയ്തു. ഇനിയിപ്പോ അടുത്തത് നമ്മള് ഹെയർ മാസ്ക് ഇടാൻ പോവാണ്. ഹെയർ മാസ്ക് ഇടാൻ പോവാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഈ ഒരു പ്രഗ്നൻസി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഹെയർ ഫോളിനൊക്കെ നല്ലതാണ് ഹെയർ മാസ്ക് യൂസ് ചെയ്താല്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യുന്നത് ഫേസ് മസാജ് ആണ്. ഫേസ് മസാജ് കഴിഞ്ഞിട്ട് ഫേസിൽ സ്ക്രബ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഫേസ് സ്ക്രബ്, ഇത് ഫേസ് മാസ്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ബോഡി മസാജ് ചെയ്യും. ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയാണ്? ഇത് ഫുൾ ബോഡി മാസ്ക്. ഇത് ഹെയർ മാസ്ക്. ഇത് നമ്മുടെ ബോഡി ഓയിൽ ആണ്. ഇത് ഇട്ടിട്ടാണ് ബോഡിയിൽ ഫുള്ള് മസാജ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഈ മാസ്ക് ഇടുന്നത്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ കാജലുണ്ട്, ബേബി കാജലാണ്. പിന്നെ ലിപ് ബാം ഉണ്ട്. പിന്നെ ഇതെന്താണ്? ഇത് നമുക്ക് മുടി പോയിക്കാനുള്ള പുക വരുന്ന സാധനം അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതെ, നെക്സ്റ്റ് നമ്മള് ഹെയർ മാസ്ക് അല്ലേ? ഓക്കെ. നമ്മുടെ ഹെഡില് മാസ്ക് ഒക്കെ ഇട്ടു, ഹെയർ മാസ്ക് ഒക്കെ ഇട്ടു. ഇനി നെക്സ്റ്റ് ഫേസ് മസാജ് ആണ് അല്ലേ? ഇനി ബെഡേ കിടന്നിട്ടാണ്. ഫസ്റ്റ് 10 days സെയിം ഇപ്പൊ കാണുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ചേഞ്ച് വരുന്നത്. അത് അന്നേരം കാണാം. ആദ്യത്തെ 10 ദിവസം ഈ ഒരേ പ്രൊസീജിയർ തന്നെ ചെയ്യുന്നത് അല്ലേ? അപ്പൊ എനിക്ക് നല്ല ഹെയർ ഫോളും ഉണ്ട്, അതുപോലെ നല്ല ഡാൻഡ്രഫും ഉണ്ട്. എന്റെ മുടി അവിടെ പൊഴിഞ്ഞു കിടപ്പുണ്ട്. കാണിക്കാം. കണ്ടില്ലേ, ഇതുപോലെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒറ്റ മസാജിൽ ഇത്രയും മുടി. അപ്പം ഈ മസാജും അതുപോലെ തന്നെ ഹെയർ മാസ്കും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പൊക്കോളും എന്നാ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ലാസ്റ്റ് നമുക്ക് നോക്കാം. അതെ, ഇനിയിപ്പോ അടുത്ത് ഇടാൻ പോകുന്നത് ഫേസ് മാസ്ക് അല്ലേ? ഫേസ് മസാജ്. ഓക്കെ. അപ്പം നമ്മുടെ ഫേസ് മസാജൊക്കെ കഴിഞ്ഞു. അടിപൊളി മസാജായിരുന്നു. ഇനി ഫേസ് സ്ക്രബ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫേസ് സ്ക്രബ് കഴിഞ്ഞു. അതിനുശേഷം ഫേസിൽ മാസ്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഫേസിൽ മാത്രമല്ല കഴുത്തിലും ഇടുന്നുണ്ട്.
കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കുളി കഴിഞ്ഞ് കേട്ടോ? കുളി കഴിഞ്ഞ് വന്നപ്പോൾ എങ്ങനെയുണ്ട്? എന്തൊരു കുളി എന്ന് പറഞ്ഞാൽ കുളിയല്ല, അതിന് മുന്നേ അതിനു മുമ്പ് നമ്മൾ നിർത്തിയത് എവിടെയായിരുന്നു? നമ്മുടെ ഫേസ് ഇട്ട് നിർത്തി. പിന്നെ അതിന് ശേഷം നമ്മള് ബോഡി ഫുൾ ഓയിലിട്ട് മസാജ് ചെയ്തു. ഫുൾ ബോഡി മസാജ്. അതൊരു അരമണിക്കൂർ മിച്ചം ഉണ്ടായിരുന്നു, 1 മണിക്കൂർ അടുത്തുണ്ടായിരുന്നു അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് മഞ്ഞള് ഫുൾ ബോഡിയിൽ മഞ്ഞൾ തേച്ചു. പിന്നെ ഫുള്ള് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തു. മഞ്ഞൾ തേച്ച് പിടിപ്പിച്ച് വീണ്ടും മസാജ് ചെയ്തു. അതിനുശേഷം കുളിക്കാൻ പോയി. നമ്മള് വേദവെള്ളത്തിൽ കുളിച്ചു. കണ്ടില്ലായിരുന്നോ? കുളിച്ചു, ഫുള്ള് കുളിച്ചിട്ട് കയറി വന്നിട്ട് പുകച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പുകയ്ക്കുന്ന നമ്മുടെ മുടിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ മുടിയില് സ്പ്ലിറ്റ് എൻഡ്സ്, കായ് ഒക്കെ ഉണ്ടെ പോകും. ഇനി ചെറുതായിട്ട് മുടി ഒന്ന് ഉണങ്ങും. അല്ലേ? അത്രയ്ക്കല്ലേ ഉള്ളൂ. അതിനൊക്കെയാണ് നമ്മൾ ഈ പുകയ്ക്കുന്നത്. ഓക്കെ. ആദിക്ക് പോക്കണടാ. നമ്മുടെ പുക ഇത് എന്റെ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ, കൊറേ സമയമായി തുടങ്ങിയിട്ട്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ കുഞ്ഞുവാവേനെ കുളിപ്പിക്കാനുണ്ട് കേട്ടോ. കുഞ്ഞുവാവയ്ക്ക് ബോഡി മസാജ് ഒക്കെ ചെയ്ത് അതും കുളിപ്പിക്കുന്നത് തന്നെയാണ്. കുട്ടി തന്നെയാണ്. ഇതുവരെ ഞാൻ കുളിപ്പിച്ചിട്ടില്ല, എനിക്കറിയില്ല കുളിപ്പിക്കാൻ. ഇനിയുള്ള 21 ദിവസം പാറക്കുട്ടിയുടെ വക കുളിപ്പില്ല. മസാജ് പ്ലസ് ബാത്ത്. നമ്മള് പുക കഴിഞ്ഞിട്ട് രാസനാദിപ്പൊടി ഇടുവാണ്. അതുകൊണ്ടല്ലേ? അങ്ങനെ രാസനാദിപ്പൊടി കണ്ണെഴുതാൻ പോവാണ് ഇനി. സാധാ കൺമഷിയാണോ? ബേബി കാജലാണ്, ബേബീസിന് യൂസ് ചെയ്യാം. കണ്ണെഴുതി, കണ്ണ് നിറഞ്ഞ് കണ്ണെഴുതിയതല്ലേ? ഞാൻ തന്നെ എഴുതാണ്, കുഴപ്പമില്ല. വേറൊരാളെ എഴുതി തരുമ്പോ നീ എന്നാ ലിപ് ബാം നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയല്ലേ? ഇവരുടെ പ്രൊഡക്ട്സ് ചെയ്തിരിക്കുന്ന എല്ലാവരുടെ പ്രൊഡക്റ്റ് വെച്ച് മസാജിങ് ക്രീമുകള്. രാത്രിയും കൂടെ തേക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഇത് അതെ ലിപ് ബാം. എന്റെ ചുണ്ടില് പിഗ്മെന്റേഷൻ ഉള്ളതുകൊണ്ട് കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് തേച്ചിട്ടുണ്ട്, അത് പോകുന്നു പറഞ്ഞു. ആണല്ലേ? എന്നോട് രാത്രി ഇത് തേച്ചിട്ട് കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുളി കഴിഞ്ഞിട്ട് ഇത് സ്വന്തമായി എനിക്ക് തന്നു. കണ്ണടച്ചു. അയ്യോ, അത് നീ അത് ശീലമില്ല എന്നിട്ട് പതുക്കെ വലിച്ചെടുത്തിട്ട് ഒറ്റ വലിയല്ലോ, പതുക്കെ വലിച്ചെടുത്തിട്ട് വായിക്കടേ പെട്ടെന്ന്. അത് വേണ്ട, മതിയെന്ന് പറയരുത് ഒരിക്കലും. പതുക്കെ പതുക്കെ വലിച്ചെടുക്കുന്ന പയ്യ ആ ഒരു ഇതിൽ പതുക്കെ. ഓക്കെ, അത് വന്നു കേട്ടോ. അത് മാത്രമേ വന്നുള്ളൂ, അപ്പുറത്തേക്കൂടെ വന്നില്ല. പിന്നെ ഇങ്ങനെ കുളിക്കുമ്പോ തണുപ്പൊക്കെ അല്ലേ, ജലദോഷമൊക്കെ വരാതിരിക്കാൻ. ഇപ്പൊ വന്നു. ഒറ്റ പ്രാവശ്യം കൂടെ അത് വന്ന്. സൈനസൈറ്റിസിനുള്ള മെഡിസിൻ ആണ്. പിന്നെ ഇപ്പൊ തണുപ്പൊക്കെ ആയതുകൊണ്ടേ പെട്ടെന്ന് കോൾഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ തേക്കുന്നുണ്ടല്ലേ? അപ്പൊ അതിനാണ് ഇത്രയും തേച്ചത്. ഇത്രയും ചെയ്തതിൽ ഇത് മാത്രം കുറച്ച് കടുപ്പുള്ള സംഭവം കരിഞ്ഞു പോയി. അടിപൊളിയല്ലേ? നല്ല രസം, നല്ലൊരു ഇത് കഴിയുമ്പോ ഒരു ഇത് കിട്ടും അല്ലേ? കഴിഞ്ഞു. ഇനി വയറും കൂടെ കെട്ടിയാല് നമ്മുടെ അമ്മയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി പിന്നുള്ള കുഞ്ഞു ബേബിയുടെ പരിപാടികളുണ്ട്. ഹായ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രീറ്റ്മെന്റ് ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ ഫുൾ ബോഡി മസാജ് ചെയ്ത് സ്പെഷ്യൽ ആയിട്ട് കുളിപ്പിച്ച് അല്ലേ, അടിപൊളി കിടത്തി അവൾ ഉറങ്ങി അന്നേരം തന്നെ. അപ്പോൾ നമുക്ക് വേണ്ടി പ്രസവരക്ഷ ചെയ്തു തരുന്നത് സഹ്യ ആയുർവേദിക് കോഴിക്കോടാണ് അവരുടെ മെയിൻ ബ്രാഞ്ച്. അതുപോലെ തന്നെ 2-3 ബ്രാഞ്ചുകൾ അവർക്കുണ്ട്. അപ്പോൾ എന്തായാലും ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായിരിക്കും ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ട്രീറ്റ്മെന്റ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടേ ഇല്ല കേട്ടോ. അതായത് ഹെഡ് ടു നമ്മുടെ കാല് വരെ, തല മുതൽ കാല് വരെ ഫുൾ ട്രീറ്റ്മെന്റ് അവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവളുടെ ഹെഡ് മസാജ് ചെയ്യുന്നുണ്ട്. ഹെഡ് മസാജ് അത് വീഡിയോ എടുത്തു, അതാണ് വീഡിയോ എടുത്തുള്ളൂ. ബാക്കി മൊത്തം നമുക്ക് വീഡിയോ എടുക്കാൻ
സഹിക്കാൻ പറ്റത്തില്ലല്ലോ. ഹെഡിന്റെയും ഫേസിന്റെയും കാര്യങ്ങളൊക്കെ ഹെഡ് മസാജ് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഉറക്കം വന്നു എനിക്ക്. എനിക്ക് ഉറക്കം വരുന്നേ. അതായത് ഫുള്ള് ബോഡി ഫുള്ള് മസാജ് ചെയ്ത്, ഓയിൽ മസാജ് ചെയ്ത് പാക്കിട്ട്, അതിനുശേഷം ഫുൾ ബോഡിയാ പാക്കിടുന്നത്. ഫുൾ ബോഡി മസാജ് ചെയ്ത് ഫുൾ ബോഡി പാക്കിട്ട് ലാസ്റ്റ് വേത് വെള്ളത്തിലൊരു കുളി. അതെ, അതും അവര് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളെല്ലാം മെഡിസിൻസ് ആണ് കിഴി. പിന്നെ നമ്മൾ ഇവിടുന്ന് പറയുന്ന കുറച്ച് ഇലകളും എല്ലാം കൂടിയാണ് വേദവെള്ളം ഉണ്ടാക്കുന്നത്. ആ വെള്ളത്തിലുള്ള കുളി എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ നല്ലൊരു എന്താ പറയാ റീഫ്രഷിങ് മൂഡാട്ടോ. ഫസ്റ്റ് ഡേ കേട്ടോ, ഫസ്റ്റ് ഡേ 21 ഡേ. അതായത് ഇനി 21 ദിവസമാണ് ഈ ട്രീറ്റ്മെന്റ്. അപ്പൊ 21 ദിവസം കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഇവള് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആകുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ 21 ദിവസത്തെയാണ് മൊത്തം നമ്മുടെ ട്രീറ്റ്മെന്റ് വരുന്നത്. അതിൽ 10 ദിവസത്തെ ട്രീറ്റ്മെന്റ് ഇപ്പൊ കാണിച്ച സെയിം പ്രൊസീജിയർ തന്നെയായിരിക്കും. 10ാമത്തെ ദിവസം മുതൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരും എന്നാ പറഞ്ഞത്. ചേഞ്ചസ് കുറെ ചേഞ്ചസ് 10ാമത്തെ ദിവസം മുതൽ വരുന്നതാണ്. അപ്പൊ അത് നമ്മള് സെക്കൻഡ് എന്താ പറയാ വ്ലോഗ് ആയിട്ടായിരിക്കും, 10 ദിവസം കഴിഞ്ഞിട്ട് സെക്കൻഡ് വ്ലോഗായിട്ട് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഭാഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ലെങ്ത് കണ്ടമാനമായി പോകും. എന്തായാലും മനസ്സിലാകത്തില്ല. A to Z കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തി കാണിക്കുന്നതാണ്, അവരുടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണോ ഉള്ളതെന്നുള്ളത്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ലാസ്റ്റ് അതെന്തായാലും നമ്മൾ പറയും കേട്ടോ. എക്സ്പീരിയൻസ് പറയും, നല്ലതാണല്ലോ മോശമാണല്ലോ, നമ്മൾ എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് തുറന്ന് പറഞ്ഞിരിക്കും. അതെ. അപ്പൊ ഇവര് അതായത് സഖ്യ ആയുർവേദയുടെ പ്രത്യേകതകൾ എന്നൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് 3 രീതിയിലുള്ള സർവീസുകളാണ് തരുന്നത്. ഒന്ന് നമുക്ക് അവരുടെ ഹോസ്പിറ്റലിൽ പോയി നിന്നിട്ട് ഈ അവിടെ പോയി നിൽക്കാൻ അടിപൊളി കിടിലൻ സംഭവമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 8 നേരത്തെ അവരുടെ തന്നെ ഫുഡ് മെനു, അത് സ്പെഷ്യൽ ഫുഡുകളാണ്. അത് നമുക്ക് ഇപ്പം പറഞ്ഞ വീട്ടിൽ സത്യം പറഞ്ഞത് അവര് നമുക്ക് മെനു തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ മാക്സിമം പിടിച്ചിട്ട് എല്ലാം ഒന്നും കിട്ടുന്നില്ല. 8 നേരം എന്നുള്ളത് നമ്മൾ 5-6 നേരമൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ടല്ലേ. അതായത് കുറേ ഫുഡല്ല കേട്ടോ, ഇച്ചിരിച്ചേ ഉള്ളൂ, ചോറൊന്നും ഇല്ല അതിനകത്തല്ലേ. 8 നേരത്തെ ഫുഡ്, ചോറ് ഇച്ചിരി ഉള്ളൂ, അളവ് കുറവാണ്, ബാക്കിയെല്ലാം. അപ്പൊ എന്തായാലും പോയി ചെയ്യാൻ പറ്റുന്നവർ അവിടെ തന്നെ പോയി ചെയ്യണം കേട്ടോ. കാരണം കിഡിലനാണ്, കിഡിലനാണ് ഫുഡ്. ട്രീറ്റ്മെന്റ് പ്ലസ് ഫുഡ്, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പം നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡ് മെനു വെച്ചിട്ടുള്ള ഫുഡ് റെഡിയാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്, അവിടെ പോയി നിന്ന് ചെയ്യാം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം അവർ ഹോം സർവീസ്, അതായത് വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു തരും. അപ്പോൾ ഒരു സ്റ്റാഫ് അവരുടെ നമ്മളൊരു സൗകര്യം ചെയ്ത് കൊടുത്താൽ മതി. മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അടുത്ത പ്രദേശങ്ങളൊക്കെയാണ്, അവരുടെ ഹോസ്പിറ്റലിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവർ തിരിച്ചു പോകും. അങ്ങനെ 3 രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഈ മെഡിസിൻസ്, അതായത് ഇതൊന്നും പറ്റാത്തവർക്ക് പുറത്തൊക്കെ ഉള്ളവരാണെങ്കിലും മെഡിസിൻസ് വേണമെന്നുണ്ടെങ്കിൽ അവര് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഓൺലൈനായിട്ട്, അതായത് ഡോക്ടർമാരുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ആവശ്യമുണ്ട് 24 മണിക്കൂർ ഡോക്ടറെ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ട്രീറ്റ്മെന്റിന്റെ ഫുൾ ടൈം 21 ദിവസം നമുക്ക് ഏത് സമയത്തും ഡോക്ടറെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ വീട്ടിലാണെങ്കിലും എവിടെ നിന്ന് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്താലും ഡോക്ടറുടെ സേവനം ഓൺലൈനായിട്ടും ഡോക്ടർ പിന്നെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഡോക്ടറെ വിളിച്ചിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ തന്നെ അവർ ഡോക്ടർ വന്ന് എല്ലാ കാര്യങ്ങളും നോക്കി ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ചില മെഡിസിൻസ് നമുക്ക് പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ ഓൾ ഇന്ത്യ സർവീസ് ആണ്, എവിടെ വേണമെങ്കിലും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ്. അപ്പം ഈ മെഡിസിൻസ് അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഈ മെഡിസിൻസ് നമുക്ക് വീട്ടിലെത്തിച്ച് തരുകയും ചെയ്യും ഇവര്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തൊക്കെ ഉള്ളവരാണ്, പ്രസവരക്ഷ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവരാണെങ്കിൽ അവർ എപ്പോഴാണോ നാട്ടിൽ വരുന്നത് ആ സമയത്ത് പ്രസവരക്ഷ ഇവർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ 21 അല്ല കേട്ടോ, ഡോക്ടറെ കണ്ട് ഡോക്ടറാണ് തീരുമാനിക്കുന്നത് 14 വേണോ 21 ആണോ 28 ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ കണ്ടതിന് ശേഷമാണ് ഡോക്ടർ പറയുന്നത് ഇത് 21 ദിവസം ട്രീറ്റ്മെന്റ് എടുക്കണം. കാരണം നമ്മുടെ ബോഡിയിലെ കണ്ടീഷൻ അതായത് ഇവിടെ കുറച്ച് പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു, വയറെ നിറച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 21 ഡേയ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് മെനു എനിക്ക് അയച്ചു തന്നു. അതുപോലെ തന്നെ ഈ ട്രീറ്റ്മെന്റ് ഇപ്പം നമ്മുടെ പുറത്തുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഉള്ളി കഴിക്കാനുള്ള ഈ ഫുഡിന്റെ കൂടെ തന്നെ മെഡിസിനും ഉണ്ട് കേട്ടോ, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവർ തന്നെ അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന മെഡിസിൻസ്, എല്ലാ സാധനവും. അതായത് ഒരു ലിപ്സ്റ്റിക്ക് വരെ, നമ്മുടെ കണ്ണിൽ എഴുതുന്ന കൺമഷി വരെ അവരവിടെ ഉണ്ടാക്കുന്നതാണ്. അത് അവരുടെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പം അതാണ് ഇപ്പം
അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതെ, ഇനിയിപ്പോ എന്തായാലും ഇതിന്റെ രണ്ടാം ഭാഗത്തായിരിക്കും ബാക്കി എന്തൊക്കെയാണ് സെക്കൻഡ് ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ. അതെന്തായാലും ഒരു ഫുള്ള് തുടക്കം മുതൽ അവസാനം വരെ ആയിട്ട് നമ്മളത് കാണിക്കുന്നതാണ്. അതായത് 10 ദിവസത്തിന് ശേഷമുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മള് രണ്ടാമത്തെ ഭാഗമായിട്ട് കാണിക്കാം. അന്നേരം ആൾക്കാർക്ക് ഇത് കേട്ടപ്പോ എനിക്കും പോയി ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം പ്രസവരക്ഷയല്ല, അല്ലാതെ ഒരു ഈ കർക്കിടക ചികിത്സ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. മാത്രം പ്രസവരക്ഷ മാത്രമല്ല, വേറെ ചികിത്സകളുണ്ട്. അത് അറിയാമെന്ന് ആഗ്രഹമുള്ള ഒരു 1-2 ദിവസമൊക്കെ പോയിട്ടേ ഒരു പ്രത്യേക ഒരു പാക്കേജ് ആയിട്ടൊക്കെ അവരുടെ ഉണ്ട്, ട്രീറ്റ്മെന്റുകളുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഡേ നല്ല ഒരു എക്സ്പീരിയൻസ് അടിപൊളിയല്ലേ. അപ്പം എനിക്ക് ഹെയർ ഫോൾ ഉണ്ട്, തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്, പിഗ്മെന്റേഷൻ ഞാൻ പറഞ്ഞ പോലെ ഉണ്ട്, എന്റെ കഴുത്തേലും വയറയിലും ഉണ്ട്. അത് മാത്രമല്ല എന്റെ ചുണ്ടയിലും ഉണ്ട് പിഗ്മെന്റേഷൻ ഫുള്ളായിട്ടുണ്ട്. ഇത് ലിപ്സ്റ്റിക് തേച്ചുകൊണ്ട് അത്രയും തോന്നുന്നില്ലായിരുന്നു. ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ലിപ് ബാം, അവരുടെ ലിപ് ബാം. അത് എനിക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതായി കണ്ണിലെഴുതുന്ന കാജളൊക്കെ. അപ്പൊ ഈ ചുണ്ടയിലുള്ള ഈ പിഗ്മെന്റേഷൻ കാരണം എനിക്ക് ലിപ്സ്റ്റിക് രാത്രി ഇട്ടിട്ട് കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വരികയുള്ളൂ കേട്ടോ. അതെ, ഈ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ. അപ്പം എന്റെ ഹെയർ ഫോളിന്റെ പിഗ്മെന്റേഷന്റെ കാര്യമൊക്കെ എന്തായി എന്നൊക്കെ ഉള്ളത് ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതിനുശേഷം നടക്കുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചും ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും അല്ലേ. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.